വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രീതിയാണ് തന്നോട് സംസാരിക്കുന്നതെന്ന് മനസ്സിലാകുന്ന സുസ്മിതയുടെ കയ്യിൽ നിന്നും ഫോൺ പെട്ടെന്ന് അങ്ങ് ബെഡിലേക്ക് വീഴുകയാണ്. എന്നിട്ട് സുസ്മിത അങ്ങ് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. തുടർന്ന് ആകെ ഇങ്ങ് പരിഭ്രമിക്കുന്ന സുസ്മിത ബെഡിൽ നിന്നും പതിയെ കൈ ഇങ്ങനെ വിറച്ച് ആ ഫോൺ ഇങ്ങനെ എടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നോക്കുമ്പോൾ ആ കാൾ ലിസ്റ്റ് നോക്കുമ്പോൾ ഒരു നമ്പറാണ് കാണിക്കുന്നത്. തുടർന്ന് പെട്ടെന്ന് സുസ്മിതയാണെങ്കിൽ പ്രീതിയുടെ റൂമിലേക്ക് വരികയാണ്. എന്നിട്ട് ആദ്യം ഡോറ് തുറക്കാനായിട്ട് ഒന്ന് മടിക്കുന്നുണ്ട്. അതിനുശേഷം ആ ഫോൺ അങ്ങ് ടോപ്പിൻ്റെ പോക്കറ്റിലേക്ക് ഇട്ട ശേഷം ഡോർ ഇങ്ങനെ പെട്ടെന്ന് വലിച്ചു തുറക്കുമ്പോൾ പൊന്നി അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട്. അന്നേരം പൊന്നിയും ആ സുസ്മിതയുടെ വെപ്രാളം കണ്ട് ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. അന്നേരം നീ ഇവിടെ എന്ത് ചെയ്യുകയാണ് എന്നിങ്ങനെ പൊന്നിയോട് ചോദിക്കുകയാണ്. അന്നേരം കണ്ടില്ലേ ഡ്രിപ്പ് ബോട്ടിൽ മാറ്റുകയായിരുന്നു എന്ന് പറയുമ്പോൾ അതിന് നീ എന്തിനാ ചാടിക്കടിക്കുന്നത്, ഞാൻ ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് സുസ്മിത ദേഷ്യപ്പെടുകയാണ്. അന്നേരം കോടതിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല, ഞാനിവിടെ നിൽക്കുകയായിരുന്നു, പ്രീതിയെ നോക്കുകയായിരുന്നു എന്നൊക്കെ പൊന്നി പറയുന്നുണ്ട്. അന്നേരം നീ ഇവിടെ വന്നിട്ട് എത്ര സമയമായി എന്ന് സുസ്മിത തിരക്കുകയാണ്. ഒരു 10-15 മിനിറ്റായി കാണും എന്നിങ്ങനെ പൊന്നി പറയുന്നുണ്ട്. അതായത് ഇത്രയും സമയം നീ ഇവിടെ എന്ത് ചെയ്യുകയായിരുന്നു എന്നും പറഞ്ഞ് വീണ്ടും സുസ്മിത ചോദ്യങ്ങൾ അങ്ങ് തുടരെ ചോദിക്കുകയാണ്. അന്നേരം ബെഡ്ഷീറ്റ് മാറ്റുകയായിരുന്നു, പില്ലോ കവർ മാറ്റി, പിന്നെ ഡ്രിപ്പ് ബോട്ടിൽ മാറ്റുന്നു, പിന്നെ പ്രീതി കുഞ്ഞിൻ്റെ ഡ്രസ്സും മാറ്റിച്ചു എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് അത്രയും സമയവും പ്രീതി ബെഡിൽ തന്നെ ഉണ്ടായിരുന്നോ എന്നിങ്ങനെ സുസ്മിത വീണ്ടും സംശയത്തോടെ ചോദിക്കുകയാണ്. അന്നേരം നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ, കോമയിൽ കിടക്കുന്ന ഈ പ്രീതി കുഞ്ഞ് പിന്നെ ബെഡിൽ നിന്ന് എണീച്ച് ഓടണമെന്ന് ചോദിക്കുകയാണ്. അന്നേരം അതല്ല, ഒന്നുകൂടി ഉറപ്പ് വരുത്താനാണ് ഞാൻ ചോദിച്ചതെന്നിങ്ങനെ പറയുമ്പോൾ പൊന്നിക്ക് അങ്ങ് ആകെ സംശയം തോന്നുകയാണ്. സുസ്മിതയാണെങ്കിൽ അങ്ങ് പരതി പ്രീതിയെ നോക്കുകയും പ്രീതിയുടെ കൈ അനങ്ങുന്നുണ്ടോ, കാലനങ്ങുന്നുണ്ടോ, കണ്ണ് ചലിക്കുന്നുണ്ടോ എന്നൊക്കെ അങ്ങ് സുസ്മിത ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് അതേസമയം പ്രീതി ഇതെല്ലാം കേൾക്കുന്നുണ്ട്. തുടർന്ന് സുസ്മിതയാണെങ്കിൽ പ്രീതിയുടെ കൈ, ഒരു വലത് കൈ ഇങ്ങനെ പൊക്കിയിട്ട് അങ്ങ് താഴെ പെട്ടെന്ന് അങ്ങ് ഇടുകയാണ്. അതിനുശേഷം പ്രീതിയുടെ കണ്ണുകളിലേക്ക് 2 വിരൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുത്താനായിട്ട് ചെല്ലുന്നുണ്ട്. കണ്ണിമ വെട്ടുന്നുണ്ടോ എന്നറിയാനാണ്. പക്ഷെ പ്രീതിക്കാണെങ്കിൽ ഒരു അനക്കവുമില്ല. തുടർന്ന് ഇതൊക്കെ കാണുമ്പോൾ പൊന്നിക്കങ്ങ് ദേഷ്യം വരികയാണ്. സുസ്മിത നീ എന്തുവായി ചെയ്യുന്നതെന്നും പറഞ്ഞ് സുസ്മിതയെ പിടിച്ചങ്ങ് മാറ്റുകയാണ്. അന്നേരം ഞാൻ എന്ത് ചെയ്തു, ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തതാണ് എന്നിങ്ങനെ സുസ്മിത പറയുകയാണ്. ടെസ്റ്റ് ചെയ്തതോ, എന്ത് ടെസ്റ്റ്? പ്രീതി കുഞ്ഞ് മരിച്ചോ ഇല്ലയോ എന്ന് അറിയാനുള്ള ടെസ്റ്റാണോ നീ ചെയ്തത്? നിന്റെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്, നീ നിന്റെ നില മറഞ്ഞ് പെരുമാറരുത് എന്നിങ്ങനെ പൊന്നി പറയുകയാണ്. അന്നേരം നീ എന്നെ പഠിപ്പിക്കാനായോ, സുസ്മിത എന്നാണോ എന്നെ വിളിക്കുന്നത്, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ എന്നൊക്കെ, നീ ഇവിടുത്തെ വേലക്കാരിയാണ് എന്നൊക്കെ പറയുമ്പോൾ നില മറന്ന് പെരുമാറുന്നത് നീയാണ്. ഞാൻ ഈ കാര്യം സത്യാമ്മയോട് പറഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ നിന്നല്ല, ഈ മുറിയിൽ നിന്നല്ല, മേലാൽ ഈ മുറിയിൽ നീ കയറിപ്പോകല്ലേ. ഇങ്ങനത്തെ കാണിച്ച പോക്കൃത്തരം എന്തെങ്കിലും നീ ഇനി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്നെ ഈ റൂമിൽ നിന്ന് മാത്രമല്ല ഈ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ പുറത്താക്കും. ഞാൻ സത്യാമ്മയോട് പറഞ്ഞു കൊടുത്താൽ എൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ നീ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സുസ്മിത ഒരു നിമിഷം പേടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി പറഞ്ഞു കൊടുക്കുമോ എന്നുള്ളതൊക്കെ. അന്നേരം പിന്നെ നീ എന്നെ ഒരു ചുക്കും ചെയ്യില്ല എന്നും പറഞ്ഞ് സുസ്മിത വീണ്ടും ദേഷ്യപ്പെടുമ്പോൾ ഇങ്ങോട്ട് വാടിയെന്നും പറഞ്ഞ് പൊന്നിയാണെങ്കിൽ സുസ്മിതയെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് പുറത്തേക്ക് അങ്ങ് തള്ളിയിട്ട് അകത്തുനിന്ന് അങ്ങ് ഡോർ ക്ലോസ് ചെയ്യുകയാണ്. ഇതേസമയം സുസ്മിത ചിന്തിക്കുന്നുണ്ട്, 10-15 മിനിറ്റായി പൊന്നി എവിടെയുണ്ട്, എനിക്ക് കോള് വന്നിട്ട് 3 മിനിറ്റേ ഉള്ളൂ, പക്ഷെ പ്രീതിയുടെ സംസാരമാണ് കേട്ടത്, അപ്പോൾ എന്നെ വിളിച്ചത് ആരായിരിക്കും എന്നും പറഞ്ഞ് ആകെ ടെൻഷനിലാണ് സുസ്മിത. തുടർന്ന് പൊന്നിയാണെങ്കിൽ പ്രീതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് തലയിലൊക്കെ ഇങ്ങനെ തലോടിയിട്ട് പറയുന്നുണ്ട്, കുഞ്ഞു പേടിച്ചു പോയോ? വിഷ്ണു കുഞ്ഞും ശാലിനി കുഞ്ഞും മാത്രമേ പുറത്തായിട്ടുള്ളൂ, ഞാനും അർജുൻ സാറും ഒക്കെ ഉണ്ട്, ഞങ്ങളുടെയൊക്കെ ജീവൻ ബാക്കിയുള്ളിടത്തോളം കാലം അവൾ കുഞ്ഞിനെ ഒന്നും ചെയ്യില്ല എന്നും പറഞ്ഞങ്ങ് പ്രീതിയെ ആശ്വസിപ്പിക്കുകയാണ് പൊന്നി. ഇതേസമയം സുസ്മിത ആണെങ്കിലും ആകെ ടെൻഷനിലാണ്. ഉമ്മറത്തേക്കൊക്കെ വന്ന ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് പിന്നെ ആരായിരിക്കും എന്നെ വിളിച്ചത്, അവളുടെ സംസാരം തന്നെയാണ് കേട്ടത്, എന്തായാലും ആ നമ്പറിലേക്ക് വിളിച്ച് നോക്കാമെന്നും പറഞ്ഞ് സുസ്മിത ആ പ്രീതി വിളിച്ച നമ്പറിലേക്ക് തിരികെ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആണ് പറയുന്നത്. ഇനിയിപ്പോൾ അവൾ കോമയിൽ നിന്ന് ഉണർന്നിട്ട് ഇനിയിപ്പോൾ എന്നെ പറ്റിക്കാൻ വേണ്ടി വിളിച്ചതാണോ, ഇനിയിപ്പോൾ വേലക്കാരിയും കൂടി കൂട്ടു നിൽക്കുന്നതാണോ, അതോ ഇനി എല്ലാം അറിയുന്ന ആരെങ്കിലും എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് വിളിക്കുന്നതാണോ എന്നൊക്കെ അങ്ങ് സുസ്മിത അങ്ങ് ആലോചിച്ച് കൂട്ടുകയാണ്. പിന്നെ എല്ലാം അറിയുന്ന ആരാണുള്ളത്, അറിയാവുന്ന ആകെ ഒരുത്തൻ പഞ്ചകൈലാസത്തിലെ സൂയിസൈഡ് പോയിന്റിൽ നിന്നും താഴേക്ക് പോയില്ലേ, അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നും പറഞ്ഞ് ചിന്തിക്കുന്ന സുസ്മിത തിരികെ റൂമിലേക്ക് വരികയാണ്. എന്തായാലും നീ ജീവിച്ചിരിക്കുന്നത് എനിക്ക് ആപത്താണ്, നിന്നെ ഞാനും രോഹിത്തിൻ്റെ കൂടെ പഞ്ചകൈലാസത്തിലേക്ക് തന്നെ വിട്ടോ എന്ന് അങ്ങ് ആലോചിക്കുന്ന സുസ്മിത മേശയുടെ ഡ്രോയർ തുറന്ന ശേഷം അതിൽ നിന്നും ഒരു ചെറിയ ബോട്ടിൽ എടുക്കുകയാണ്. സംഭവം അതിനകത്ത് സയനൈഡാണ്. ഈ നിന്റെ ജീവൻ എടുക്കാനായിട്ട് ഈ സയനൈഡ് മാത്രം മതി, നിനക്ക് കൂട്ടിന് വേണമെങ്കിൽ
വേണമെങ്കിൽ ഞാൻ ശാലിനിയെയും പറഞ്ഞു വിടാം എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ ആ ബോട്ടിൽ ഇങ്ങനെ നോക്കി ഒരു ദുഷ്ട രൂപഭാവത്തോടു കൂടി ഇങ്ങനെ കുറേ നേരം നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് ആ മേശയുടെ ഡ്രോയറിൽ നിന്ന് സിറിഞ്ചും എടുക്കുന്നുണ്ട്. അതും ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും സുസ്മിത കുറേ നേരം നോക്കിയിരിക്കുകയാണ്. ഇനി പ്രീതിയെ കൊല്ലാനാണ് സുസ്മിതയുടെ അടുത്ത ശ്രമം. സയനൈഡ് കൊടുത്ത് കൊല്ലാനാണ് സുസ്മിതയുടെ അടുത്ത പ്ലാൻ. ഇതേസമയം ശാരദാമ്മയുടെ വീട്ടിൽ രാവിലെ വിളക്കൊക്കെ കത്തിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ശാരദാമ്മ കാണുമ്പോൾ പഠിക്കലിരിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. ശാരദാമ്മയെ കണ്ട് എഴുന്നേൽക്കുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഈ പടിക്കെട്ടിൽ ഇരിക്കുകയായിരുന്നു. ജീവിതമെന്ന എൻ്റെ പുസ്തകത്തിൽ ഞാനൊന്ന് തിരിഞ്ഞു നോട്ടം നടത്തി. നിങ്ങൾക്ക് ഞാനൊരു 2 ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടാക്കി വച്ചിട്ടില്ലേ? എനിക്കൊരു 5 ലക്ഷം രൂപയുടെ LIC പോളിസി ഉണ്ട്. അതിൻ്റെ നോമിനി ഇവിടുത്തെ ഇളയ മകള് ശ്യാമയാണ്. രാജേശ്വരിയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നുകൊണ്ട് തുടങ്ങിയപ്പോൾ ഞാനത് നോമിനിയെ മാറ്റിയതാണ്. ഞാൻ എത്രയും പെട്ടെന്ന് മരിച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടും. ഞാൻ എത്രയും പെട്ടെന്ന് മരിക്കട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് ഗോപാലകൃഷ്ണൻ താൻ ചെയ്ത തെറ്റുകളെ ന്യായീകരിക്കുകയൊക്കെ ചെയ്യുകയാണ്. അവിടെ കുറ്റബോധവും ഒക്കെ ഒരു മാപ്പ് പറച്ചിലും ഒക്കെയാണ് അവിടെ നടക്കുന്നത്. പക്ഷെ അത് ശാരദാമ്മ കേട്ട് നിൽക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ശാരദാമ്മയ്ക്ക് അങ്ങ് ആകെ സങ്കടം വരികയാണ്. ഇങ്ങനെ ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചത് തെറ്റ് തന്നെയാണ്. പക്ഷേ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയിട്ട് ആ ബന്ധവും നിലനിർത്തിക്കൊണ്ട് ഞാൻ വേറൊരു പെണ്ണിൻ്റെ സ്ത്രീയുടെ പുറകെ പോയിരുന്നെങ്കിൽ അതറിയുമ്പോൾ നീ തളർന്നു പോകുമായിരുന്നില്ലേ? പക്ഷേ എന്നോടുള്ള വാശിയും വെറുപ്പും ഒക്കെ കാരണം നീ നിൻ്റെ മക്കളും ഒക്കെ രക്ഷപ്പെട്ടില്ലേ? അല്ലാതെയും എത്രയോ പരസ്ത്രീ ബന്ധമുള്ള എത്രയോ കുടുംബങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ ഒളിച്ചും മറച്ചും ഒക്കെ കാര്യങ്ങൾ നടത്തുന്നില്ലേ? അപ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണ് തന്നെ. പക്ഷെ എൻ്റെ തെറ്റിനെ ന്യായീകരിക്കുകയല്ല. എന്നാലും ഇനി നിങ്ങളെ വിഷമിപ്പിക്കാനായിട്ട് ഞാനിവിടെ നിൽക്കില്ല, പോവുകയാണ്, മാപ്പ് എന്നൊക്കെ തൊഴുത് ഗോപാലകൃഷ്ണൻ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ശാരദാമ്മയ്ക്ക് അങ്ങ് സങ്കടം തോന്നുകയാണ്. എത്രയും പെട്ടെന്ന് പോളിസി കിട്ടാനായിട്ട് നീ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് സങ്കടത്തോടു കൂടി ഗോപാലകൃഷ്ണൻ പടിയിറങ്ങുകയാണ്. പക്ഷേ അങ്ങനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ട് പോകുന്നത് കാണുമ്പോൾ ശാരദാമ്മയ്ക്ക് അങ്ങ് ആകെ വിഷമമാകുകയാണ്. ഇതേസമയം സുസ്മിത ആ സയനൈഡ് സിറിഞ്ചിലേക്ക് നിറച്ച ശേഷം പ്രീതിയുടെ റൂമിലേക്ക് വരികയാണ്. എന്നിട്ട് പ്രീതിയുടെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് കൈയും കെട്ടി നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, കുറച്ച് മുന്നേ എന്നെ വിളിച്ചത് നീയാണോ അതോ നിനക്ക് വേണ്ടി മറ്റാരെങ്കിലും വിളിച്ചതാണോ എന്ന് പറഞ്ഞിട്ട് പ്രീതിയുടെ അടുത്തേക്ക് ചെന്ന പ്രീതിയുടെ തലയുടെ നേരെ പുറകെ നിന്നിട്ട് 2 കൈ കൊണ്ട് ഇങ്ങനെ പ്രീതിയുടെ ഇരു കവിളിലേക്കും പിടിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, എൻ്റെ കാൽക്കീഴിൽ കിടക്കുന്ന ഏത് നിമിഷവും ചവിട്ടിയരയ്ക്കപ്പെടാനായിട്ട് പോകുന്ന ഒരു പുഴുവാണ് നീ. അപ്പോൾ ഈ പുഴുവായ നീ അങ്ങ് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും നീയാണോ വിളിച്ചതെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. എന്തായാലും നിന്നെ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ ശേഷം ആ പോക്കറ്റിൽ നിന്നും ആ സിറിഞ്ച് ഇങ്ങനെ എടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ആ നിബ് അങ്ങ് മാറ്റിയ ശേഷം അത് ആ ഡ്രിപ്പ് ബോട്ടിലേക്ക് അങ്ങ് കുത്തി ഇറക്കുകയാണ്. അപ്പോൾ ഗുഡ് ബൈ പ്രീതി എന്ന് പറഞ്ഞിട്ടാണ് ആ ഇഞ്ചക്ഷൻ ആ ഡ്രിപ്പ് ബോട്ടിലേക്ക്, ആ സിറിഞ്ചിലുള്ള സയനൈഡ് ഡ്രിപ്പ് ബോട്ടിലേക്ക് അങ്ങ് കുത്തി ഇറക്കുന്നത്. അന്നേരവും പ്രീതി ഇങ്ങനെ കിടക്കുന്നത് കാണിക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് അതിൻ്റെ ഓരോ തുള്ളി പ്രീതിയുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നതും കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സുസ്മിത സയനൈഡ് കുത്തിവെക്കുമ്പോൾ പ്രീതിക്ക് എന്തായാലും ഒന്നും സംഭവിക്കില്ല. പക്ഷേ അവിടെ ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത് നെക്സ്റ്റ് എപ്പിസോഡിൽ വെയിറ്റിംഗ് തന്നെയാണ്. പക്ഷേ പ്രീതി ആരോ വിളിച്ചിട്ടുണ്ട്, പ്രീതിയുടെ പേരിൽ സുസ്മിതയെ ആരോ വിളിച്ചിട്ടുണ്ട്, അത് ഉറപ്പ് തന്നെയാണ്. ഇനി ശാലിനിയാണ് വേറൊരു നമ്പറിൽ നിന്നും സുസ്മിതയെ പ്രീതിയുടെ ശബ്ദം മാറ്റി വിളിച്ചതാണോ എന്നൊന്നും അറിയില്ല. അതോ ഇനി പ്രീതി തന്നെയാണോ വിളിച്ചത് എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലാണ്. എന്തായാലും സയനൈഡ് ആ ഡ്രിപ്പ് ബോട്ടിലേക്ക് സുസ്മിത കുത്തി ഇറക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതുവരെയാണ് നിർത്തി കാണിച്ചിരിക്കുന്നത്. ഇനി എന്താകുമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക്